എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. കൂഴച്ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വരിക്കച്ചക്കയിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചക്ക ഹൽവ ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ടിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 3 കിലോയ്ക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോയ്ക്കാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി വരാം. ചക്ക ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാൻ 3 കിലോ ചക്കയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ചക്കച്ചോളയുടെ കുരുവൊക്കെ മാറ്റി നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. 2 തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ശർക്കര 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. 8 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 50 ഗ്രാം അണ്ടിപ്പരിപ്പും 3 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 200 ഗ്രാം നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് ചക്കയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര പാനി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഈ ഒരു സമയത്ത് അതിലേക്ക് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ലൂസാക്കി കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ സമയം മധുരം ഒന്ന് നോക്കണം. മധുരത്തിൻ്റെ അളവൊക്കെ എടുക്കുന്ന ചക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അഥവാ മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുക്കി പിടിക്കും. ഏലക്കാപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് കൂടെ ചേർത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. കുറച്ച് സമയമെടുക്കും ഇത് നന്നായിട്ടൊന്ന് വറ്റി വരാൻ. ഇത് വറ്റി വരുന്തോറും ഇളക്കാൻ ബുദ്ധിമുട്ട് കൂടി വരും. ഇതിപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അങ്ങ് വറ്റിക്കഴിഞ്ഞാൽ ആ ശർക്കരയൊക്കെ കരിഞ്ഞ് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് വറ്റിക്കേണ്ട. തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടി കട്ടിയാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹൽവ ചെയ്തെടുക്കാൻ. കണ്ടോ, നല്ലൊരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് കോരി വയ്ക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് തടവി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇത് 2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.